മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നൊരു പ്രദേശം ഫുട്ബോൾ ടർഫായി മാറിയതിൻ്റെ സന്തോഷത്തിലാണ് എറണാകുളം ഏലൂർ നഗരസഭയിലെ കുഴിക്കണ്ടം നിവാസികൾ. മാലിന്യ നിക്ഷേപത്തിനെതിരെ നിരവധി സമരങ്ങളും കേസുകളും ഉണ്ടായ സ്ഥലത്ത് ഇനി ഫുട്ബോളിൻ്റെ ആരവം ഉണ്ടാകും. ഏലൂർ നഗരസഭയുടെയും സ്ഥലം MLA കൂടിയായ മന്ത്രി രാജീവിൻ്റെയും ഇടപെടലാണ് ഈ പ്രദേശത്തിന് പുതിയൊരു മുഖം നൽകുന്നത്. 2015 വരെ ഏലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലമായിരുന്നു കുഴിക്കണ്ടം. പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയതോടെ മാലിന്യ നിക്ഷേപ പ്രശ്നത്തിൽ നിലവിലെ നഗരസഭാ ചെയർമാൻ D. സുജിൽ ഉൾപ്പെടെ നിരവധി പേർ കേസിൽ പ്രതികളായി. പിന്നീട് മാലിന്യ നിക്ഷേപം നിർത്തിയെങ്കിലും കൂടിക്കിടന്ന മാലിന്യം വലിയ ദുരിതമാണ് പ്രദേശത്തുണ്ടാക്കിയത്. ആ സ്ഥലമാണ് ഇന്ന് ഇങ്ങനെ മാറിയത്. ₹60 ലക്ഷം ടർഫും അതിനോടനുബന്ധിച്ച് വരുന്ന കുട്ടികളുടെ പാർക്കിനുമായി ചിലവഴിച്ചത്. ഒരു ടീമിന് ₹350 1.5 മണിക്കൂർ ഇവിടെ സെവൻസ് കളിക്കാം. പ്രദേശത്തിന്റെ ഉയിർപ്പാണ് ഇപ്പോൾ ഉണ്ടായത്. ഈ മാലിന്യം ഇവിടെ നിന്ന് ഉള്ളത് നീക്കം ചെയ്ത് കുറേയെല്ലാം ശാസ്ത്രീയപരമായി മാറ്റി അതിനുശേഷമാണ് ഇവിടെ ഈ മനോഹരമായിട്ടുള്ള കോർട്ട് ഇപ്പോൾ ഇവിടെ തയ്യാറായിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇവിടെ കായിക താരങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളവർക്ക് വലിയ സന്തോഷത്തിലാണ്. നമ്മുടെ നാട്ടിലെ ഒരു മാലിന്യ കൂമ്പാരമായ സ്ഥലം ഈ രീതിയിലേക്ക് ഒരു കളിസ്ഥലമായി മാറുന്നു എന്നുള്ളത് വലിയ ഒരു മാറ്റമാണ്. 2015 ഇവിടെ മാലിന്യ കൂമ്പാരമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരു നല്ല കളിസ്ഥലമായി മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഒരു ചാരിതാർത്ഥ്യമാണ്. കാരണം ഇങ്ങനെയൊരു സംഭവം കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നാട്ടുകാരുടെ സ്വപ്നമാണ് പൂവണിഞ്ഞതെന്ന സ്ഥലം കൗൺസിലർ. ഏലൂരിൻ്റെ ഒരു സ്വപ്നമായിരുന്നു നമ്മൾക്ക് പിള്ളേർക്കൊരു കളിസ്ഥലം. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടുള്ള പിള്ളേരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. തീർച്ചയായിട്ടും പിള്ളേരുടെ ശ്രദ്ധ ഈ ഒരു കളിസ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒത്തിരി പിള്ളേരെ സംബന്ധിച്ച് പിള്ളേരിപ്പം അവർക്ക് TV അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് അഡിക്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരും വളരെ ആവശ്യപ്പെടുന്നൊരു കാര്യം തന്നെയായിരുന്നു നമ്മൾക്കൊരു കളിസ്ഥലം വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രദേശത്തിന് മാത്രമല്ല പുതുജീവൻ ലഭിച്ചത്. അപകടത്തിൽ കാലിന് ഗുരുതര പരിക്കേറ്റ പ്രദേശവാസിയായ ഒരു ചെറുപ്പക്കാരനാണ് പാർക്കിന്റെ കെയർടേക്കർ. മാലിന്യങ്ങൾ നിറഞ്ഞ് കാക്കയും പട്ടിയുമെല്ലാം കയറിയിറങ്ങിയ സ്ഥലം ഇപ്പോൾ ഒരു കളിസ്ഥലമായി മാറിയ മാതൃകയാണ് ഏലൂർ നഗരസഭ കേരളത്തിന് കാണിച്ചു തന്നത്. ഇതേ മാതൃക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിച്ചാൽ അത് വലിയ മാറ്റമാകും കേരളത്തിൽ ഉണ്ടാക്കുക. അനുവിനൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി.